ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക്. നിങ്ങളോടൊപ്പം സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഓഡിയൻസ്. വെൽക്കം. അപ്പൊ നമുക്ക് തുടങ്ങാനായിട്ട് നമ്മുടെ സ്മാർട്ട് സ്റ്റാർസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. സ്മാർട്ട് സ്റ്റാർസിനെ സ്വാഗതം ചെയ്യുമ്പോ ആദ്യം സ്വാഗതം ചെയ്യുന്നു ഇവര് രണ്ടുപേരെയും പ്രത്യേകം പറഞ്ഞറിയാതെ തന്നെ അറിയാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വരുന്ന മിക്കവാറും ഈ പറയുന്ന കോമഡി ഷോസിൽ അതുപോലെ തന്നെ ഈ പറയുന്ന സ്കിറ്റുകളിലും ഒക്കെ ഏറ്റവും നിറസാന്നിധ്യമായിരിക്കുന്ന രണ്ടുപേരാണ് വരുന്നത്. സൂര്യ ആൻഡ് ഗ്രീഷ്മ. സൂര്യകല ആൻഡ് ഗ്രീഷ്മ, വെൽക്കം. എനിക്ക് വേറെ ഒന്നല്ല ടെൻഷൻ, ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ സൂര്യക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കോ? സൂര്യ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഗ്രീഷ്മ പറ്റില്ല. കാസർഗോഡ് പോയിരുന്ന ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച പോയിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എനിക്കറിയാം, പിന്നെ മാത്രമല്ല നിങ്ങൾ ഒന്ന് രണ്ട് പരിപാടികളിൽ കണ്ടിട്ടുണ്ടോ കാസർഗോഡ് ഭാഷ, കാസർഗോഡ് കാര്യമാണെന്നുള്ളത് പലർക്കും അറിയില്ല അല്ലെ? കാരണം നിങ്ങൾ സാധാരണ ഇതായിട്ടാണല്ലോ സംസാരിക്കുക അല്ലെ? ശരിക്കും നാട് കാസർഗോഡാണ്. ശരിക്കും നാട് കാസർഗോഡാണ്. ഗ്രീഷ്മ എന്തുണ്ട്, സുഖമാണോ? സുഖമായിട്ട് ഗ്രീഷ്മയുടെ നാടപ്പൊ ശരിക്കും എവിടെയാണ്? കോഴിക്കോട്. കാസർഗോഡിനെക്കാളും കഷ്ടമായി വരെ ഭാഷ. ആണോ? കോഴിക്കോട്. ചിറ്റൊന്നും മിണ്ടായിരിക്കുന്നു. ഏയ് ഭാഷ എല്ലാ രസമല്ലേ? നമ്മൾ സത്യം പറഞ്ഞ ഈ കാസർഗോഡിന്റെ ഭാഷ നമുക്ക് അതാണ് സപ്തസംഗമ ഭൂമിയാണ്, സപ്തഭാഷ സംഗമ ഭൂമിയാണ്. തിരിയൂല മര്യാദയ്ക്ക്. നമുക്ക് തിരിയില്ല, കാരണം 7 ഭാഷ നമുക്ക് അറിഞ്ഞില്ലല്ലോ. എന്തായാലും രസകരമായിട്ടൊരു ഗെയിം നമുക്ക് ഇന്ന് കളിക്കാം. ഒരുപാട് നോക്കി വെച്ചാ സാധനങ്ങളൊക്കെ ഗ്രീഷ്മ ലിസ്റ്റ് കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. എനിക്ക് 2 ലിസ്റ്റേ ഉള്ളൂ. ആണല്ലേ? കാറും സ്കൂട്ടറും. കാർ സ്കൂട്ടർ അതേ ഉള്ളൂ. ചെറിയ ആഗ്രഹങ്ങളായതുകൊണ്ട് നമുക്കറിയാം കേട്ടോ. ഓക്കെ, അപ്പൊ വെൽക്കം. നിങ്ങളുടെ എതിരാളികൾ തിരുവനന്തപുരത്ത് അതും തിരുവനന്തപുരത്ത് എല്ലാ റെവല്യൂഷൻസും കൊണ്ടുവരുന്ന ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. ആറ്റിങ്ങിൽ നിന്ന് വരുന്നത് ഒരു ഈശ്വരനാണ്, ഈശ്വരൻ കുട്ടി. ആ കുട്ടിയും കുട്ടിയുടെ അമ്മയും വരുന്നുണ്ട്. കുട്ടിയുടെ അമ്മയും ഈശ്വരൻ കുട്ടിയെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അമ്മയുടെ പേര് അനില സതീഷ് എന്നാണ്. ഈശ്വരൻ കുട്ടിയെയും അനില സതീഷിനെയും ബഹുമാനപൂർവ്വം ഇങ്ങോട്ട് വേദിയിലോട്ട് സ്വാഗതം ചെയ്യും. സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ടേ, അതിലെന്നും എന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ടേ, അവളില്ലെങ്കിൽ ഞാനെന്റെ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിവൻ പാതിയാ ചേർന്ന പെണ്ണ്, മഞ്ഞുനീ തുള്ളിയാ എന്നെ ഉള്ളിൽ ഈ ഹൈറ്റ് നിൽക്കുന്ന മനുഷ്യരാണോ അമ്മ ഈശ്വരൻ കുട്ടി എന്ന് പേരിട്ടത്? അത് ഒരു കാര്യമാണ്. എനിക്ക് 44 വയസ്സ് വരെ കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പൊ അതേ പന്നി ഉണ്ടാവില്ല.
ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുൻപ് ഇരുന്ന് പൊട്ടി കരഞ്ഞു. എനിക്കൊരു കുഞ്ഞില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് കരഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മളതൊന്നുമല്ല, ഇതൊക്കെ ഈശ്വരനാണ്. അപ്പൊ ഈശ്വരന്റെ അടുത്ത് നീ പ്രാർത്ഥിക്കാൻ. അപ്പോ ഞാൻ ചെറുതിലേ തൊട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്മൻ കോവിലുണ്ട്. അപ്പൊ അമ്മൻ കോവിലെന്ന് പറഞ്ഞാ പോകും. അപ്പൊ കണക്ക് സാർ ഭയങ്കര അടിയാണ്. 2 ക്ലാസ് 3 ക്ലാസ് 4 ക്ലാസ്സില്. അപ്പൊ ഈ അടി പേടിച്ച് ഞാൻ പഠിക്കാൻ കുഴപ്പമില്ല, പക്ഷെ മറന്നു പോകും. അപ്പൊ എന്നും പറയും, ആ അമ്പലത്തിന്റെ നടയിൽ കൂടെ പോകുമ്പോ, ഇന്ന് കണക്ക് സാർ വരല്ലേ, 5 പൈസ അമ്മയ്ക്കിടും. ഉപ്പുമാരി അമ്മയ്ക്ക് 5 പൈസ ഇടും. ചില ദിവസം അമ്മയ്ക്ക് 5 പൈസ ഇട്ട് ടീച്ചർ വരെയും ചെയ്യും, എനിക്ക് അടിയും കിട്ടും. അപ്പൊ എനിക്കത് സങ്കടമായി. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഈ അമ്മയ്ക്ക് 5 പൈസ കൊടുത്തിട്ട് അമ്മ എനിക്ക് തന്നില്ലല്ലോ, അവര് അടി അടിച്ചു തന്നില്ലേ, അതുകൊണ്ട് തിരിച്ച് വൈകിട്ട് വന്നപ്പോ അപ്പൊ അവിടെ അന്ന് ഈ പാത്രത്തിലാണ്, ഇതൊന്നുമില്ല, പണ്ടത്തെ കാലമല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് തൊഴുവാൻ ചെയ്തിട്ട് ഈ 5 പൈസ കാര്യമുണ്ട്, എനിക്ക് തന്നില്ലല്ലോ 5 പൈസ. ഇതാ കണ്ടോണ്ട് പിന്നെ അന്ന് എനിക്ക് വയസ്സ് 7 8 ആണ്. നമുക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടല്ലോ, ഭഗവാൻ തന്നില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇത് കണ്ടോണ്ട് നിന്ന് അതിന്റെ ഉടമസ്ഥൻ ആ ഒരാളുണ്ട്, പൊന്നയ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എന്റെ അമ്മയുടെ ഒന്ന് പറഞ്ഞു, ഇവിടെ അമ്പലത്തിൽ നിന്ന് 5 പൈസ എടുത്തു കേട്ടോ. അപ്പൊ ഞാൻ എന്നും രാവിലെ അമ്മയുടെ നിന്നാണ് 5 പൈസ വാങ്ങിച്ചോണ്ട് പോകണം. അപ്പൊ അമ്മ ചോദിച്ചു, അപ്പൊ അമ്മ എന്നെ അടിക്കാൻ കമ്പെടുത്തു. അമ്മയ്ക്ക് ഒരിതുമില്ല, അപ്പോഴേ കമ്പെടുക്കും, ചോദിക്കാൻ പറയുന്നു. ഊടം കമ്പെടുക്കും, ഞാൻ ഊടം മാവിന്റെ മണ്ടേ വഴിയായിരുന്നു. അങ്ങനെ രക്ഷപ്പെടാനും അപ്പോഴമ്മ എന്ത് ചെയ്യുന്ന തോട്ടയിട്ട് കാലില് വലിക്കും താഴോട്ട്. അപ്പൊ എന്റെ ചേച്ചിമാര് പറയും, വലിക്കല്ലേ, കൊച്ചു വന്ന് വീണ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോണം, അതുകൊണ്ട് വലിക്കല്ലെന്ന്. എന്തായാലും അമ്മ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ അമ്മ അദ്ദേഹത്തിന്റെ പറഞ്ഞു, ഇതാണ് കാര്യം, അല്ലാതെ അവളെ അതിൽ നിന്ന് മോഷ്ടിച്ചതല്ല. അപ്പൊ അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹം വിചാരിച്ചതാണ് ഇതുപോലെ പറഞ്ഞല്ല. അപ്പൊ എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞു, ഇനി മേലാൽ അത് ചെയ്യരുത്, ഭഗവാൻ ഇട്ടത്. അപ്പൊ അന്ന് തൊട്ടുള്ള എന്റെ ആ അടുപ്പം ഭഗവാന് ആ അമ്മയുമായിട്ട്. അപ്പൊ ഇങ്ങനെ എന്നാ ഞാൻ എന്നും ചെന്ന് പറഞ്ഞ്, അപ്പൊ സന്താന ഗോപാല അർച്ചന നടത്താൻ പറഞ്ഞു. 1 വർഷം നടത്തി. 1 വർഷം കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ ആറ്റിങ്ങല് ഒരു മാമ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. എന്റെ ഹസ്ബൻഡ് ഞാൻ ഇങ്ങനെ മൂത്രം വെളിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ചെറിയ പോസിറ്റീവ്. അങ്ങനെ ഇതും കൊണ്ട് അദ്ദേഹം ചെന്നപ്പോ പറഞ്ഞു, അവളെ വരാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നെ കൈവിട്ടിട്ടില്ല. ഈ മോനെ പ്രസവിക്കുന്നവരെ ഞാൻ കുളിച്ചിട്ടില്ല. എന്നെ ബോഡി അനക്കാൻ പാടില്ല, അനങ്ങരുത്, ബോഡി അനങ്ങേ ചെയ്യരുത്. 1 മഗ് വെള്ളം എന്റെ തലയെ വീഴ്ത്താൻ പാടില്ല, എന്റെ ശരീരം ഒന്ന് കുനിയാൻ പാടില്ല. അങ്ങനെ ഉണ്ടായതാണ് എനിക്ക്. അപ്പം ഒരു നിമിഷം ഓർമ്മ വന്നപ്പോഴ് അദ്ദേഹം എന്റെ വയറിൽ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, എന്നാ നിന്റെ ഈശ്വരൻ കുട്ടിയെ. അപ്പൊ പേരിടുന്ന സമയത്ത് മോൻ എന്ത് പേരിടണം ഒരു പേരുമില്ല, ഈശ്വരൻ കുട്ടി. പക്ഷേ ഈശ്വരൻ കുട്ടി ആ പേരില് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്താന്ന് വെച്ചാൽ അവൻ പഠിക്കുന്നിടത്തൊന്നും ഈശ്വരൻ കുട്ടി എന്ന് പേരില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി, 5 പൈസയുടെ വിരോധം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കാരണം എന്താന്ന് വെച്ചാൽ വിളിക്കുമ്പോ എടാ ഈശ്വരാന്ന് വിളിക്കാല്ലോ. ഇപ്പൊ എടാ ഈശ്വരാന്ന് എന്നെ വിളിക്കും, അത് എന്റെ ബന്ധുക്കൾ ഭയങ്കര മോറല്ലോ. 5 പൈസയുടെ പ്രശ്നത്തില് ദൈവത്തിന് എടാ ഈശ്വരാന്നൊക്കെ വിളിക്കും. അമ്മ എന്താണ് ശരിക്കും ലൈഫിൽ ചെയ്തിരുന്നത്? എന്തായിരുന്നു ജോലി? എനിക്ക് 21-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ആളാണ്. ബികോം കഴിഞ്ഞോന്നെ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് കണ്ണൂർ ജോലി കിട്ടി. ആ കണ്ണൂർ പോയി കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടാന്ന് തോന്നി, ഞാൻ ഇട്ടിട്ട് വന്നു. പിന്നെ ബാങ്കിൽ ജോലി കിട്ടി, അതും ഞാൻ കൊണ്ടു കിടന്നു. റിട്ടയർ ആയി ഇപ്പൊ ഒരു ബേക്കറി നടത്തുന്നു. ചെല്ലുമ്പോ ലല്ല ബേക്കറി, വലിയ ബേക്കറി ഒന്നും എനിക്ക് ഒരു കഥ കിട്ടി. നമ്മൾ ഈ എപ്പിസോഡ് 1.5 മണിക്കൂർ പോയിട്ട് വരും. അരമണിക്കൂർ അമ്മയുടെ കഥ. അപ്പൊ നമുക്ക് റൗണ്ടുകളിലേക്ക് കിടക്കാം അല്ലേ? റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു.
ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം കുസൃതി ചോദ്യങ്ങളും എളുപ്പമുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പം ഉത്തരം പറയാം. ഉത്തരം അറിയാമെങ്കിൽ ചുമ്മാ പ്രസ് ചെയ്താൽ മതി കേട്ടോ. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. എന്താണത്? ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമില്ല ഉള്ളപ്പോ വലിച്ചെറിയും. എന്താണ്? വല. സൂര്യയുടെ പേര് സൂര്യവല എന്നാ? സൂര്യകല. ഓക്കെ. അത് ആവശ്യമുള്ളപ്പോ എടുത്ത് എറിയുന്നത് എന്തിനത്? മീൻ പിടിക്കാനായിട്ട് വല എറിയുമല്ലോ അല്ലേ? ഓക്കെ. ആവശ്യമില്ലാത്തപ്പോ എടുത്തു വെക്കും. ഓക്കെ. കറക്റ്റ് അല്ലേ അമ്മേ? ഉത്തരം കറക്റ്റ് അല്ലേ? അമ്മയ്ക്ക് അറിയില്ലായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. പേടിക്കല്ലോ. വട്ടാണെന്ന് എന്ത് പറഞ്ഞു? കിട്ടിയില്ല. അങ്ങനെയാണോ? ഇനി അത് പറഞ്ഞു തുടങ്ങിയ പിന്നെ ബാക്കിയും കൂടെ പറയും കഥ. വല ശരിയായ ഉത്തരം. അപ്പോ ആരാണ് ഈ കൂട്ടത്തിൽ ഷോപ്പിംഗ്? ഗ്രീഷ്മയാണോ ഷോപ്പിംഗ്? ഷോപ്പിംഗിൽ പിന്നിലേക്ക് ആണല്ലേ? ഓടൂ, വാരൂ, നേടൂ, ഗോ. കുനിഞ്ഞുവാ, ഓടിവാ. 1000 രൂപയാണ് ബഡ്ജറ്റ് എന്നറിയാലോ. 20 സെക്കൻഡ്സ് റിമൈനിങ്. എല്ലാം ഈ 2 എണ്ണം വെച്ചിട്ടാണ് വാരി ഇടുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 9, 8, 7, 6, 5, 4. എല്ലാം 2 ഞാൻ നോക്കുമ്പോ അവിടെ നിന്ന് എടുക്കുന്നതെല്ലാം 2 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി 5 ഐറ്റം എടുത്തു. സൂര്യ എന്ത് രീതിയിലാണ് ഗ്രീഷ്മയായിട്ടുള്ള ഇന്ററാക്ഷൻ എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ 2 പേസ്റ്റ് എടുത്തത്. റെഡി? നോക്കട്ടെ വില എത്രയാണ്? 95. അപ്പൊ അത് 2 എണ്ണം ഉണ്ടേ. 95. പക്ഷെ ആ സ്നേഹത്തിൽ തന്നെ എങ്ങാനും പല്ല് നന്നായിട്ടിരുന്നാലും ചീത്തയാക്കാൻ വേണ്ടിയിട്ട് 2 മഞ്ച് എടുത്തിട്ടുണ്ട്. മഞ്ച് കഴിച്ചിട്ട് പല്ല് കഴിക്കാൻ 20, 40. അപ്പോ 230. അവിടെ കളക്കാരുടെ ഒരു കൂട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്പോൺസറിന്റെ അടുത്തിൽ വളരെ നന്ദി. നെസ്ലെ മിൽക്ക് മെയ്ഡിനെ കൊണ്ടുവന്നല്ലോ, വളരെ നന്ദി. 89. അല്ല, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ബാക്കിയില്ല 2 എണ്ണം എടുത്ത് ഇതും തീർന്നെടുത്ത് ചേച്ചി എപ്പോഴും പറയണ്ട ഡയറ്റിലാണ്. അതുകൊണ്ടായിരിക്കും നെയ്യ് എടുത്തത്. ഓക്കെ. 79. നിസ്സാരമായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. വലിയ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഭയങ്കര ലോ ആയിട്ട്. എന്താ ഇത്? മല്ലിപ്പൊടിയല്ലേ? എന്തോ പൊടിയാണ് എന്തിനാ ഇത് എടുത്തത്? കറിയിലൊക്കെ കണ്ടപ്പോ ഒരു കളറുള്ളത് കൊണ്ട് എടുത്തതാണ്. നീ അത് എന്താന്ന് വിചാരിച്ചെടുത്തേ? ഞാൻ എന്നും പൊടിയാണെന്ന് വിചാരിച്ചെടുത്തത്. 82. ലാസ്റ്റ് സാധനം ഉപ്പ്. നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ? എന്റെ പേരിൽ ഉപ്പുണ്ട്. 32. എല്ലാം കൂടി 512. എന്തുമാത്രം പൈസ ബാക്കി. പോയാ മതിയായിരുന്നു. അല്ല, ഞാൻ ലളിതമായി ജീവിതം നയിക്കുന്ന അയ്യോ. പക്ഷേ കൂടെയുള്ള ആൾക്കാരെ ലളിതമായിട്ട് കാണേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. ഇത് കൊള്ളാം. എന്തായാലും ഇത് മുഴുവൻ കിട്ടും. അതെ, പക്ഷേ കുറച്ചുകൂടി എടുക്കായിരുന്നു. അമ്മ ഇത് നമുക്ക് പാടമാണ് കേട്ടാ. പോകുമ്പോ ഫുൾ എടുക്കണം കേട്ടാ. ഓക്കെ, കൺഗ്രാചുലേഷൻ കേട്ടോ. അവിടെ അക്കൗണ്ട് തുറന്നു. ഇവിടെ അക്കൗണ്ട് ഇതുവരെ തുറന്നിട്ടില്ല. ബസറിൽ കൈവച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 2. രാമായണം പ്രകാരം ആരാണ് ശ്രീരാമന്റെ അമ്മ? ഉറപ്പാണോ? ഉറപ്പ് അല്ലേ? ഉറപ്പ്. അമ്മ ഒരു സംശയം പോലെ ഉറപ്പ് അല്ലേ? എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായി. ഇനി അതിന്റെ ബാക്കിലുള്ള കഥ പറഞ്ഞു. അടി കൊടുത്താലേ കൗസല്യ. ഉറപ്പിക്കാം. കറക്റ്റ് ആണ് ഉത്തരം. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പം പോകേണ്ടത് ആരാണ്? അമ്മയാണ് പോണ ഷോപ്പ് ചെയ്യാൻ. എന്ത് ചെയ്യുന്നു ഈശ്വരൻ? എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ബിടെക് ലാസ്റ്റ് ഇയർ ആണ്. എവിടെ? ആറ്റിങ്ങൽ തന്നെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ആണ് പഠിക്കണത്. എന്റെ പരീക്ഷ വന്നോണ്ടിരിക്കുകയാണ്. എല്ലാം ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഗംഭീരമായിട്ട് എഴുതി കേട്ടോ. അമ്മ പിന്നെ കൂടെ ഉണ്ടല്ലോ, പിന്നെ വേറെ വേണം കേട്ടോ. ഓക്കെ അമ്മ, അപ്പൊ ഇറങ്ങാം. നമുക്ക് കളിക്കാൻ ഇറങ്ങാം അല്ലേ? ഓടൂ, വാരൂ, നേടൂ, അമ്മ ഓടിവാ. പിടിച്ചോ. 1000 രൂപയാണ് ബഡ്ജറ്റ്, അറിയാലോ. പൊക്കത്ത് നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം കേട്ടോ. ഓക്കെ. സാധനങ്ങളുണ്ട്, മുകളിലുണ്ട് സാധനങ്ങൾ.
ഓക്കെ അമ്മ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ 8 7 ഞാൻ പിടിക്കണം ഞാൻ എടുത്തോളാം. ശ്ശെ, എന്റെ അമ്മോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അമ്മ അകത്ത് കയറിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടം. ആ കൊച്ചെങ്ങനുണ്ട്? കൊച്ചു നല്ല കൊച്ചു. പോരല്ലേ? പിന്നെ നല്ല കൊച്ചു. നല്ല കൊച്ച്. ഞാൻ വെളി വെച്ച് പരിചയപ്പെട്ടു. വെളി വെച്ച് പരിചയപ്പെട്ടു. എന്നിട്ട് അവിടെ അകത്തത് സഹായിച്ചോ? കൊച്ചു സഹായിക്കാൻ കൊച്ചു എളുപ്പമെടുക്കാനൊക്കെ പറഞ്ഞു. മോളീന്ന് എടുത്തു തരാന്നൊക്കെ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അതൊക്കെ എടുക്കുമ്പം ചിലപ്പം വില കൂടി പോകും. വില കൂടിപ്പോണെങ്കിലാന്ന് ഇത് എത്രയും എടുത്തു. നീ 1000 കൂടിയാന്തോ. കൂടിയാന്ന് അറിഞ്ഞൂടല്ലേ? ഈ ടി വി കാണുമ്പോ ഈ നിലവറ കണ്ടിരുന്നില്ലേ നേരത്തെ? ടി വി കൂടെ കാണുമ്പോഴല്ല, അകത്ത് കയറുമ്പോ നമുക്ക് വേറൊരു ഫീലാണല്ലേ? ഫീല്. ഞാൻ സ്ത്രീകളോട് പ്രായം ചോദിക്കാറില്ല, പക്ഷെ എന്നാലും അമ്മയോട് അനുവാദത്തോടുകൂടി 65 വയസ്സ്. 65 വയസ്സ് ചെറുപ്പമാണ്. വലിയ കാര്യം പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. പക്ഷെ കാലുവേദന മുട്ടുവേദന ഒക്കെ ഉണ്ട്. ആണ്. ലല്ല ബേക്കറിയിൽ എന്തൊക്കെ സാധനം കഴിക്കണ്ട അതാദ്യം പറ. അങ്ങനെയൊന്നും കഴിക്കില്ല. ചായ കുടി, ഒരുപാട് ചായ കുടിക്കും. ചായ കുടിക്കുന്ന 5 ചായ. 5 ചായ ഒരു ദിവസം. നമ്മുടെ ലല്ല ബേക്കറി നല്ല ചായ കിട്ടും. പിന്നെ നല്ല ചായ ഇത് നന്നാ നല്ല അടിപൊളി ചായ ആണല്ലേ? എന്നാ ചായ ഞാൻ മിഥുനെന്ന് വിളിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. മിഥുനെന്ന് വിളിക്കും. അതെ എന്റെ മോനെ സാറേന്ന് ഞാൻ വിളിക്കണം. അയ്യോ, എടാ മിഥുനെന്ന് വിളിക്കും. അമ്മ വിളിക്കൂലേ? ആ കൊള്ളാം. എന്റെ അമ്മ അതിനേക്കാളും മോശമായിട്ടാണ്. അപ്പോ പഞ്ചസാര ഇപ്പൊ എങ്ങനെ ഷുഗർ ഉണ്ടാ? ഷുഗർ 215. അല്ല 250 ഉണ്ടായിരുന്നു. ഇപ്പൊ 215 കുറച്ച്. അപ്പൊ പിടുത്തമുണ്ട് അല്ലേ? കല്യാണത്തിനൊക്കെ പോയാ 3 പായസം കഴിക്കും, 3 കഴിക്കും, ബോളിയും കഴിക്കും. ബോളിയും കഴിക്കും. അതിന്റെ മുകളിലുള്ള അതിന്റെ മുകളിലുള്ള വേണ്ട. അത് കഴിഞ്ഞ് മോര് മാത്രം കുടിച്ചു. മോര് മാത്രം കുടിച്ചോ. നല്ലതൊന്നും കുടിക്കൂല. പഞ്ചസാര 56. പരിപ്പ് 60. 2 തരം സോപ്പ് എടുത്തിട്ടുണ്ട്. ആരമ്മ വീട്ടില് പാത്രമൊക്കെ കഴുകണേ? പാത്രം ഞാൻ കഴിവും. ഈശ്വര സഹായിക്കൊന്നുമില്ലേ? എന്റെ തുണിയൊക്കെ കഴുകി തരും. മതി. മക്കളാവുമ്പോ അതാണ്. കണ്ടാ ഈശ്വര നോക്ക്. 30. അടുത്തൊരെണ്ണം 44. ഇത് ഒരുപാട് വാങ്ങിക്കും. അത് മനസ്സിലായി. ഇപ്പൊ 2 എടുത്തപ്പോഴേ മനസ്സിലായി ഒരുപാട് വാങ്ങിക്കും. ഒരുപാട് വീട്ടിൽ ഒരുപാട് പാത്രം ഉപയോഗിക്കുന്നുണ്ടപ്പോ അല്ലേ? തുണി ഇനിയിപ്പൊ കഴുകാൻ ഈശ്വര സംഭവം രക്ഷയില്ല. കൊണ്ടുവന്നിട്ടുണ്ട്. 168. എല്ലാവരും വരുമ്പോ ഉപ്പ് കാര്യമായിട്ട് അത് മൈദ എന്ന് പറഞ്ഞു തന്നെ ഞാൻ എടുത്തത്. സത്യം എനിക്ക് തോന്നി. കണ്ടാ ഒരു മൈദ ഫീല് അല്ലേ? 32. അങ്ങനെ അത് കഴിഞ്ഞു. എത്രയെന്നൊന്ന് പറഞ്ഞേ. അവരെക്കാളും മോശം എന്ന് പറഞ്ഞാൽ ആകെ അതല്ലേ പറഞ്ഞു ടൈം ആവാറായി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി. ആണല്ലേ? ആരമ്മാ ടൈം ആവാറായി എന്ന് പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? ആണോ? അപ്പൊ എന്റെ തെറ്റായി. അതെ, ഞാൻ വിചാരിച്ചു മീനാക്ഷിയാണ്. മീനാക്ഷി പറഞ്ഞില്ല. സംഭവം എന്തെന്ന് തിരിച്ചു ഓടി വരാനായിട്ടുള്ള അതാണ് എനിക്കും പേടിയായി പോയി. കുഴപ്പമില്ല 390. ഈ സാധനം മുഴുവൻ വീട്ടിൽ കൊണ്ടുപോകല്ലേ അല്ലേ? കുറഞ്ഞു പോയാ? അല്ല, കൊണ്ടുപോകണു. നമ്മുടെ എല്ലാ ഭാരവും ചുമക്കാൻ നമ്മൾ ആരെ ഏൽപ്പിക്കണേ? ഈശ്വരനെ. താങ്ക് യു ബേബി. അവനെ ബേബി എന്നാണ് വിളിക്കുന്നത്. 2 പേരും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. റൗണ്ട് 1 വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഓഡിയൻസ് ഇഷ്ടമായില്ലേ? അവരെ കളിച്ച കളിയാലേ ഗംഭീരമല്ലേ? റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. 2-1 അറിയാം. റൗണ്ട് 2 എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് 45 സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങൾക്ക് അകത്ത് കയറിയിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇഷ്ടമുള്ള 3 ഇലക്ട്രോണിക് ഐറ്റംസ് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാവും. റെഡ് റിബൺ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള അവസരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചോദ്യം ആൻസർ ചെയ്യണം. പാസ് ഇല്ല. അതായത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് പോവില്ല. പകരം നിങ്ങളോ അല്ലെ ഇവരോ പറഞ്ഞില്ലെങ്കിൽ പോകുന്നത് ഓഡിയൻസിനാണ്. ഓഡിയൻസിന് ഉത്തരം പറഞ്ഞ് സമ്മാനം നേടാനുള്ള അവസരം. ചോദ്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോ ആവാം, ഓഡിയോ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റില്ലാവാം, എന്ത് വേണേലും ആവാം. അത് ശ്രദ്ധിച്ച് കാണണം അല്ലെങ്കിൽ കേൾക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ. അമ്മ ഈശ്വര
വീഡിയോ ശ്രദ്ധിച്ചു കണ്ടോളൂ. അന്ന് അടിയന്തരാവസ്ഥയുടെ പ്രേതം സർവ്വസംഹാര രൂപിയായി കോൺഗ്രസിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയ കാലം. അക്കാലം അത്രയും പാർട്ടിയെ കോട്ടകെട്ടിക്കാത്ത യു പിയിൽ ബീഹാറിൽ കോൺഗ്രസിന്റെ സീറ്റെണ്ണം വട്ടപൂജ്യം. റായ്ബറേലിയിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി തോൽക്കുന്നു 55,000 വോട്ടുകൾക്ക്. അമേഠിയിൽ സഞ്ജയ് ഗാന്ധി 75,000-ലധികം വോട്ടുകൾക്ക്. പരാജയ പടുകുഴിയിൽ അമ്മ 24 കാണാറുണ്ടോ അമ്മ? പുള്ളി അറിയാമോ? കാശ്മീർ ആശ്മി അറിയാം അല്ലേ? ഓ, ആശ്മിയുടെ അവതരണം ഇഷ്ടമാണോ? പോരാ, അല്ല കുഴപ്പമില്ല. കടുകട്ടി അതെ, മലയാളം. കടുകട്ടി മലയാളം അല്ല. ഒരുപാട് പറയുമ്പം എന്താ പറഞ്ഞ് എന്ന് ആശ്മി ഇത് പ്രത്യേക ശ്രദ്ധിക്കണം. പ്രത്യേക ശ്രദ്ധിക്കണം. അമ്മ പറയണെന്ന് വെച്ചാൽ ഒരുപാട് സ്പീഡിൽ സംസാരിക്കണം, നമുക്ക് മനസ്സിലാവണില്ല അല്ലേ? അത് പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ പുള്ളി ചെയ്യണം. നമുക്ക് പറയാം. ഇതിനിടയിൽ ഒരു ചെറിയ വാച്ചൊക്കെ കാണിക്കണത് കണ്ടായിരുന്നോ? ഇതിനകത്ത് ഒരു ക്രിക്കറ്റുകാരനെ കാണിച്ച ഈശ്വരൻ ക്രിക്കറ്റ് കാണാറുണ്ടോ? കളിക്കാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബാൻഡ്. അത് അമ്മയ്ക്ക് അറിയാമോ? പിന്നെ ഇത് മറ്റേ കൊറിയൻ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ? കണ്ടല്ലേ? ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവിടെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ എവിടെയാണ് ഇന്ദിരാഗാന്ധി തോറ്റത്? റായ്ബറേലിയിൽ അല്ലേ? ആണ് അമേഠിയിലെ സഞ്ജയ് ഗാന്ധി അല്ല, അങ്ങനെയല്ലേ പറഞ്ഞു? റായ്ബറേലിയിലെ റായ്ബറേലി. അങ്ങോട്ട് പേര് കേട്ട പോലെ തോന്നി. പറഞ്ഞു കൊടുക്ക റായ്ബറേലി. ഞാനത് പറയായിരുന്നു. ഞാന് വഴി ഏതാന്ന് പറഞ്ഞു. റായ്ബറേലി ശരിയായ ഉത്തരവാണ്. ഞാൻ പണ്ട് വാർത്ത വായിക്കുന്ന ആളാണ്. അന്ന് ഇന്ദിരാഗാന്ധി തോറ്റത് റായ്ബറേലിയിലാണെന്ന് എനിക്കറിയാം. ഞാൻ തോറ്റ പാർട്ടിക്ക് വോട്ട് കൊടുത്താലും ജയിച്ച പാർട്ടിക്ക് വോട്ട് കൊടുത്തെന്ന് പറയുന്ന ആളാണ് ഈ സൂപ്പറായി. താങ്ക് യു. ഇനി ആ ഉത്തരം പറഞ്ഞതിന്റെ പേരിൽ 45 സെക്കൻഡ് സമയം ഉണ്ടാകും. അതെന്റെ മോമ്പും അല്ലെ? ഈശ്വരൻകുട്ടി, നമുക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് ടാസ്ക് എന്താണെന്ന് അറിയണ്ടേ? മീനാക്ഷി, എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക്? ഈശ്വരൻ വരുന്നുണ്ടോ? അത്യാവശ്യം എയർ പിടിക്കേണ്ട ടാസ്ക് ആണ് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. 3 കപ്സ് ഉണ്ട്. അപ്പം ഈ ഒരു സ്ട്രോ യൂസ് ചെയ്ത് ഇങ്ങനെ ഊതി 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 ഒന്നും കൂടെ ഊതി നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഊതി ഊതി ഇതിനതാ ഇവിടെ എത്തിക്കണം. ഞാനിത് മൊത്തം ഊതിട്ട് എന്റെ കാറ്റ് മുഴുവൻ പോകും. അതാണ്. അപ്പൊ അതേപോലെ 2 കപ്സ് ഊതി ഇതാ കാണുന്ന സ്ക്വയറിൽ എത്തിച്ചു കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. ബോൾ താഴെ വീഴാൻ പാടില്ല. ബോൾ താഴെ വീണ് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ആ ഒരു ഇതാണ്. അപ്പം അതിനുശേഷം ഇവിടെ പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന ഒരുപാടധികം ഗിഫ്റ്റുകളുണ്ട്. സോ അതിൽ നിന്നും റെഡ് റിബൺ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കാവുന്നതാണ്. ഈശ്വരൻകുട്ടി റെഡിയല്ലേ? ഈശ്വര, ഓൾ ദി ബെസ്റ്റ്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഈശ്വര, ഓടി വാ. ഈ സൈഡിൽ വാ. സ്ട്രോ എടുത്തോളൂ, ഊതിക്കോളൂ. മുട്ടാൻ പാടില്ല. ഒള്ളി വിത്ത് യുവർ എയർ. കാറ്റ് കൊണ്ട് മാത്രമാണ് ആ ഒരു ഗ്ലാസ്സിൽ ചലിപ്പിക്കാവൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഒരെണ്ണം ഡൺ. രണ്ടാമത്തേതാണ്. ഓ, നിസ്സാരം. ഈശ്വരൻ, ഇതെല്ലാം നിസ്സാരം. ഓക്കെ, ഓക്കെ, ഡൺ 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 ഡൺ. 9 8 7 6 5 4. സൂപ്പർ, സൂപ്പർ. ഇത് എന്തൊക്കെ അടിച്ചോട്ട് വന്നേക്കളെ. ഇനി അമ്മയ്ക്ക് എവിടെയെങ്കിലും പോവാ വെള്ളം കുടിക്കാൻ ഫ്ലാസ്ക് എടുത്തോണ്ട് വന്നിട്ടാ. ഓക്കെ, ഇനി ബ്ലെൻഡിങ്, മിക്സി പോലെ കൈ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനം, ഹാൻഡ് ബ്ലെൻഡർ. താങ്ക് യുടാ. ഇതമ്മ എയർ ഫ്രയർ ആണ്, എയർ ഫ്രയർ. പിന്നെ ഒരു തേപ്പ് വെട്ടിയും കൊണ്ടുവന്നിട്ടമ്മ കേട്ടാ. എന്നും കലക്കിയമ്മ. കൺഗ്രാറ്റുലേഷൻസ്. ഈശ്വര, അടിപൊളിയായിട്ട് കളിച്ചേട്ടാ. ഉക്കറൊരു കഴിഞ്ഞു കൊടുത്ത വിളി കണ്ടല്ലോ. ഗ്രീഷ്മ, സൂര്യ റെഡിയല്ലേ? വീഡിയോ ശ്രദ്ധിച്ചോളൂ. വീഡിയോ പ്ലീസ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി JD വാൻസും വിജയിച്ചിരിക്കുകയാണ്.
ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലാകെ ഡൊണാൾഡ് ട്രംപിന്റെ തേരോട്ടം കാണുവാൻ സാധിച്ചു. നാട്ടിലെ ചേലുള്ള ആകെയുള്ള 538-ൽ പെണ്ണാണ് 270 ഇലക്ട്രൽ വോട്ട് കിട്ടുന്ന വ്യക്തിയായിരിക്കും വിജയിക്കുക. എല്ലാം ശ്രദ്ധിച്ച് കണ്ടുവോ? അതിനകത്ത് അവസാനത്തെ ഇതിനകത്ത് കുറെ കൊടികൾ കണ്ടുവോ? ആ കൊടി എണ്ണാൻ പറ്റിയോ? ഇല്ല. പഠിച്ചോനെ ആ, ഞാൻ പറഞ്ഞില്ലേ? ആ, അതിനകത്ത് എത്ര കൊടി ഉണ്ടെന്നുള്ള ചോദ്യമാണോ വരാൻ പോണത്? അതൊന്നുമില്ല. ആകെ എത്ര ഇലക്ട്രൽ വോട്ടുകളാണ് അമേരിക്കയിലുള്ളത്? അല്ല അത് കിട്ടിയത്. ആ 500. എനിക്കറിയില്ല. 530. ആ 538. 38. 538. അതാണോ ഉത്തരം? 538. 538. സൂര്യ ടെൻഷൻ അടിച്ചിരിക്കണം. ഗ്രീഷ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഞാനിപ്പോ തലറിഞ്ഞു. അത് ടെൻഷൻ അടിക്കുന്നു. 538. 538 ഒരു തരം, 538 രണ്ട് തരം, 538 മൂന്ന് തരം. ഉറപ്പിച്ചു. ശരിയായി ഉത്തരം. പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് പറയുമെന്നോ? 530. ഇനി 45 സെക്കൻഡ് സമയം അവിടെ കിട്ടും. അപ്പൊ സൂര്യ എന്താണ് ഗെയിം എന്ന് അറിയാനായിട്ട് നമുക്ക് നേരെ മീനാക്ഷിയിലോട്ട് പോയാലോ? മീനാക്ഷി, അതെന്താണത്? മിഥുൻ ചേട്ടാ, ഇത് വളരെ ഉന്നമുള്ളവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. കാരണം മുന്നിലിരിക്കുന്ന 3 ബലൂൺസിൽ ഏതെങ്കിലും 2 ബലൂൺ എറിഞ്ഞു പൊട്ടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. യൂസിംഗ് ദിസ് അടുത്ത് പോയിട്ട് എറിഞ്ഞാ പോരെ? അടുത്ത് പോയിട്ട് അറിയാൻ പിന്നെന്നല്ലേ പറയുന്ന കുത്തിപ്പൊട്ടി? ഇല്ല, അടുത്തത് അറിയാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് എറിയണം. മീനാക്ഷി ആ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. സുഖമായിട്ട് കിടക്കും. സമയമുണ്ട്, 40 സെക്കൻഡ് സമയമുണ്ട്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓടിക്കോ ചേച്ചി. ഓടി വരൂ. ഓക്കെ, വളരെ കൃത്യമായിട്ട് ഉന്നം ബലൂണിൽ തന്നെ. സൂപ്പർ ചേച്ചി. റെഡ് റിബൺ 7 6 5. അയ്യോ, ഒരെണ്ണം കൂടി ഇവിടുത്തെ ഒരാളെ വിളിച്ചു പറഞ്ഞിരിക്കുക. പക്ഷെ അത് കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ അത് കയ്യിൽ ഉന്നോ ഇല്ലെന്ന് പറഞ്ഞിട്ടേ ആദ്യത്തതിൽ തന്നെ കൊണ്ടു. ഈശ്വരനുണ്ടായോണ്ടായിരിക്കും. ഈശ്വരൻ കൂടെ ഉള്ളതുകൊണ്ടാണ്. എത്രത്തോളം തേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാൻ. പിന്നെ ഈ മോപ്പ് വീട്ടില് എനിക്ക് വേണ്ടോ? മാറ്റി തരാൻ പറ്റുമോ? നോക്കിയിട്ട് വലിയ സാധനം നോക്കി എടുത്തല്ലേ. ഇവര് മനഃപൂർവ്വം തിരിച്ചു വെച്ചേക്കായിരുന്നു. അപ്പൊ കലക്കി 3 സമ്മാനം കേട്ടോ. അടിപൊളി. വരും. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ വിഷമം ഇവിടെ ഉണ്ടായി. എന്താ വെച്ചാൽ നിങ്ങൾ ശരിയായിട്ട് 2 ഉത്തരവും പറഞ്ഞതുകൊണ്ട് ആ പാവ ഓഡിയൻസിന് ഒന്നും കിട്ടിയില്ലല്ലോ അല്ലേ? എന്റെ മോപ്പ് തരാം. മോപ്പ് എടുത്തു. മാപ്പ് വേണ്ട. നേരത്തെ ട്രംപിന്റെ ആ വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് കൊടിയുടെ എണ്ണം എണ്ണിയോ? വീണ്ടും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇലക്ട്രിക് വോട്ട് കിട്ടിയെന്ന് എന്നോട് എത്ര വോട്ട് അത് ചോദിക്കാം അല്ലേ? അല്ല, നല്ലതല്ലേ? സൂര്യയുടെ ചോദ്യമല്ലേ? അതിന് ആ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ആൾക്കാർ അവിടെ പറയാൻ റെഡി ആയിരിക്കണം. 270. 3 തരം ഉറപ്പിച്ച്. ഉറപ്പാണ്. പേര് ഷെറിൻ. ഷെറിൻ എന്ത് ചെയ്യുന്നു? BSc നഴ്സിംഗ് പഠിക്കുന്നു. BSc നഴ്സിംഗ് പഠിക്കും. എവിടെ? ഏത് കോളേജ്? ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി. ഇടുക്കിയിലാണ്. ഓ അത് ശരി. ഓക്കെ, 270 ശരിയായ ഉത്തരം പറഞ്ഞേക്കുന്നത്. അപ്പോ ഷെറിൻ അകത്ത് പോയി നോക്കിയെടുക്കാനായിട്ട് 10 സെക്കൻഡ് സമയം. 10 സെക്കൻഡ് സമയം കൊണ്ട് യെല്ലോ റിബൺ, ഗോൾഡൻ റിബൺ അല്ല, യെല്ലോ റിബൺ കെട്ടിയിരിക്കുന്ന ഇഷ്ടമുള്ള സാധനം. ഗോൾഡൻ ഉണ്ടല്ലേ? യെല്ലോ, മഞ്ഞ. ഓക്കെ, ഓടൂ, വാരൂ, ഓടൂ, വാരൂ, നേടൂ, ഗോ. അടി കൂടെ കയറിക്കോ. 1 2 2. കയ്യിലെടുത്ത് വരണം.
കയ്യിലെടുത്തോ, അത് കയ്യിലെടുത്തോ. പാവം അവൻ മാക്സിമം ശ്രമിച്ചത് കൊണ്ടുവരാൻ. അത് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? അത് കൈ നിൽക്കണില്ല. കയ്യിൽ ഒതുക്കണം എടുത്താൽ പോലെയാണോ? പെട്ടെന്ന് ടെൻഷനായിട്ട് കണ്ടപ്പോ കണ്ടത് എടുത്തോട്ട്. അല്ലാതെ ആക്രാന്തം എന്നല്ല ഇത് പറയുന്നത്. എന്നാലും ഈ രണ്ട് വലിയ സാധനങ്ങൾ തന്നെ എടുത്തപ്പോൾ എടുക്കാൻ പറ്റിയില്ലെന്ന് വിഷമം പറയുന്നു. ചെറുതേ കിട്ടിയിരിക്കുന്നത് ഒരു 27 പീസ് ഡിന്നർ സെറ്റ്, ഒപ്പം ഒരു ഡിജിറ്റൽ എയർ ഫ്രയർ. രണ്ട് വലിയ സമ്മാനങ്ങളാണ് കിട്ടിയത്. ഇനി വല്ല വണ്ടി അങ്ങനെ വിളിച്ച് കൊണ്ടുവേണ്ടി വരും കേട്ടോ. അല്ല, ഈ ചോദ്യം ചോദിച്ച ആൾക്ക് ഷെറിൻ കൺഗ്രാലേഷൻസ്. മൈക്ക് വെച്ചോളൂ. ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. ആ ചോദ്യം ചോദിച്ചത് തന്നെ തെറ്റ്. അവർ കണ്ട നിങ്ങളുടെ ചോദ്യത്തിന് കെട്ടിക്കൊണ്ട് പോയത് കണ്ട സാധനം ശരിയാ. എവിടെ കിട്ടിയെന്ന മോപ്പോ. ഓക്കെ, കലക്കി. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടിയില്ലേ? റെഡി? റൗണ്ട് 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടം. റൗണ്ട് 3യുടെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. ആ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 45 സെക്കൻഡ് സമയം കിട്ടും നിലവറയ്ക്കുള്ളിൽ. ഗെയിം കളിച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 മിസ്റ്ററി ബോക്സ്, 4 പെട്ടികൾ. ആ പെട്ടികളിൽ 2 നല്ലതും 2 മോശവും. അതിൽ ഒരു പെട്ടി എടുത്ത് തിരിച്ചു വരണം. പോസിറ്റീവ് പെട്ടിയാണ് കിട്ടണമെങ്കിൽ കിടക്കുന്നത് വലിയ സമ്മാനങ്ങൾ. അതേസമയം നെഗറ്റീവ് പെട്ടിയാണ് കിട്ടണമെങ്കിൽ അതിനകത്ത് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുഴപ്പമില്ല. ചിലപ്പോ നമ്മൾ ഇതുവരെ നേടിയതെല്ലാം മറ്റേ ടീമിന് കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഈ നമ്മൾ നേടിയതെല്ലാം നമ്മൾ തിരിച്ചെടുക്കും. അല്ലാത്തൊരു ടാസ്ക്. എന്തായാലും നിങ്ങൾ തിരിച്ചെടുക്കും. എല്ലാ ഈശ്വരൻ ഉണ്ടല്ലോ രക്ഷിക്കാൻ. അപ്പൊ റെഡി? ഫസ്റ്റ് ചോയ്സ് ഓഫ് ടോപ്പിക്സ് സൂര്യക്കാണ്. ചോയ്സ് ഓഫ് ടോപ്പിക്സ് പ്ലീസ്. ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, മലയാള സിനിമ, നാവുവഴക്കം, ലോകം. മലയാള സിനിമ അല്ലേ? അതെല്ലാം അറിയൂ. അതാണല്ലോ നമുക്കറിയാവുന്നത്. വേറൊന്നും അറിയില്ല. മലയാള സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ച് ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത ഏത് മലയാള സിനിമയാണ് ഹിന്ദിയിൽ ചോട്ടാ ചേത്തൻ എന്ന പേരിൽ പുറത്തിറങ്ങിയത്? ഉത്തരം പറയാം. ആലിപ്പഴം പെറുക്കാം, ഫസ്റ്റ് വേർഷനോ സെക്കൻഡ് വേർഷൻ? ആദ്യത്തെ വേർഷൻ. ആദ്യത്തെ വേർഷന് ഒരു ചോട്ടാ ചേത്തൻ പേരുണ്ടായിരുന്നു. അന്ന് പാൻ ഇന്ത്യൻ പരിപാടിയില്ലല്ലോ. അതൊന്നും എനിക്കല്ല. പക്ഷെ ആലിപ്പഴം പറക്കാമിന്റെ ഹിന്ദി പാട്ട് പാടിയാലും തന്നേക്കാം. മലയാളത്തിന് നേരെ പാടിയിട്ടില്ല. സൂപ്പർ. അപ്പോ ഇനി 45 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങൾക്കുള്ള ഗെയിം എന്താണെന്നുള്ളത് നോക്കാം. ഓവർ ടു മീനാക്ഷി. വളരെ കളർഫുൾ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് മിഥുൻ ചേട്ടാ ഈ റൗണ്ടിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ? ഇതിനെന്താ പറയണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ റോൾ ചെയ്യാ അന്നേരം ഈ ക്ലിപ്പ് ഊര, അഗൈൻ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യാ, ഊര, അതിങ്ങനെ തീരുന്ന വരെ ചെയ്യുക. എന്റെ പൊന്നെ, ടാസ്ക് ഇത്തിരി ടഫ് ആണെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നത് മിസ്റ്ററി ബോക്സ് ആണ്. ഗെയിം അല്ലേ? വേറെന്താ ടെൻഷൻ? പറയുമ്പോഴും ഉള്ളിൽ കരഞ്ഞോണ്ടാണ് പറയുന്നത്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ചേച്ചി പിടിച്ചോ. 1 ഓക്കെ. ഒരെണ്ണം പോയി. ഓക്കെ. 2 3 ചേച്ചി നല്ല ഫാസ്റ്റ് ആണ്. ഓക്കെ. 4 5 6 7 തീരാറായി. 8 ഇല്ല, സമയമുണ്ട്. ഞാനോർത്ത് പറഞ്ഞ ഇത് തീരാറായത്. ചേച്ചിയോടെ പാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പുഷ്പം പോലെയാണ് ടാസ്ക് ചെയ്യുന്നത്. കഴിഞ്ഞു. സൂപ്പർ. മിസ്റ്ററി ബോക്സ് എടുക്കാൻ പോവുക. ബൈ. ഭഗവാനെ,
അടിപൊളിയായിട്ട് കളിച്ചാലാണ് ഇവിടെ. താങ്ക് യു. സൂര്യ ഇവിടെ വലിയ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു പോകും. അവിടെ ചെന്ന് കളിക്കുന്ന കളിയുള്ളൂ. നല്ല കളിക്കും. ഒരു രക്ഷയില്ലാതെ കളിയും. അയ്യോ പിടിക്കന്നെ. മിഥുനേട്ടന്റെ മുഖം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ വലിയ നഷ്ടം വന്നില്ലെങ്കിലും നല്ലതാണ്. കാരണം എനിക്ക് നമുക്ക് ഇഷ്ടമല്ല കിടില സാധനങ്ങളല്ലേ കിട്ടിയിരിക്കണേ. നല്ലൊരു മോപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല എനിക്ക് മോപ്പൊന്നും വേണ്ട. ഇത് എന്താ വേണ്ട ശരിക്കും? അതുമില്ല. കാറല്ലേ? കാറല്ലേ? കാറ് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുത്തപ്പനുണ്ട് കൂടെ. ആ മുത്തപ്പന്റെ അടുത്തും ഈശ്വരന്റെ അടുത്തും ഒക്കെ ഒന്ന് നേരിട്ട് പറഞ്ഞു. കാരണം എന്താ അറിയോ, ഒരു നന്ദി പറയേണ്ട സമയമാണ്. കാരണം ഒരു ഫ്രിഡ്ജാണ്. സൂര്യ പിട്ടാപ്പള്ളിയിലല്ലേ ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയില് ഞങ്ങളുടെ ഡാണാവില് പിട്ടാപ്പള്ളിയുടെ ബ്രാഞ്ചിൽ ഞാൻ അവിടെ കൊണ്ടെടുത്ത് പൈസ ഓടിക്കും. അടിപൊളി. ഭയങ്കര ഭയങ്കര പിട്ടാപ്പള്ളിക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ഒരാൾ വന്ന് അടുപ്പിക്കരുത്. അതാണ് അവരുടെ പല്ലിസെറ്റ് എടുത്ത് അവരെ തന്നെ നോക്കി ചിരിക്കുക. ഉപയോഗിച്ചിട്ടില്ലല്ലോ. ആ അവര് തന്നെയായിരിക്കും. കൺഗ്രാലേഷൻസ്. താങ്ക് യു. അമ്മ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. റെഡി അമ്മ പാട്ട്. ചിത്തിരെ തോണിയിലക്കരെ പോൻ എത്തിടാമോ പെണ്ണേ, ചിറയെങ്കിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ, ചിത്തിരെ തോണിയിലക്കരെ പോൻ. ഓ താങ്ക് യു താങ്ക് യു. സൂപ്പർ സൂപ്പർ അമ്മ. കലക്കലായിട്ട് പാടി. സൂപ്പറായിട്ട് പാടി. അന്നമ്മ തോണി വരാത്തത് ഞാൻ വന്നപ്പോ മനസ്സുണ്ടായി മനസ്സോടെ അല്ല വന്ന്. അത് മാത്രമല്ല എന്നാലും സ്ഥലം വിട്ടൊരു കളിയില്ലല്ലേ. ആറ്റിങ്ങിലെ ചെറിയങ്കിടൊന്നും വിട്ടൊരു കളിയില്ല. ചെറിയ നമ്മുടെ നാടാണ്. ആ അതുകൊണ്ടാണ് ചെറിയങ്കിലെ പെണ്ണിനെ പറ്റിയല്ലേ പാട്ട്. ആ അപ്പൊ ഇനിയിപ്പോ ഇവരെ കൊണ്ടൊരു പാട്ട് പഠിക്കണ്ടേ? പാട് 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 ദാ. പാട് പാട്. ചേച്ചിക്ക് കോറസ് പാടി. ആ കോറസ് കോറസ്. റെഡി സൂര്യ? കോറസ് എന്ന് അറിയോ? മിഥുനേട്ട കണ്ണാ ആലില കണ്ണാ, പാലാഴിക്കരയിലൊഴുകും ആലില കണ്ണാ, ഞാനൊരു കന്നിമുക്കു പെണ്ണ്, എന്റെ തോണിയിലെ പൊന്ന് വേണോ പൊന്ന്, കണ്ണാ ആലില കണ്ണാ, പാലാഴിക്കരയിലൊഴുകും ആലില കണ്ണാ, ഞാനൊരു കന്നിമുക്കു പെണ്ണ്, എന്റെ തോണിയിലെ പൊന്ന് വീണോ പൊന്ന്. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് വരെ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ അതിവിനയമാണ് പറയുന്നത്. പാടാറില്ല അല്ലേ? അസലായിട്ട് പാടും. അതാണ് അമ്മ. നമുക്ക് ടോപ്പിക് ഏത് വേണം ചൂസ് ചെയ്യാം അല്ലേ? ഏതാണ് ടോപ്പിക്? ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, നാവുവഴക്കം, ലോകം. ഇതിലേത് വേണം? ഇന്ത്യ ചരിത്രം അല്ലേ? ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യ ചരിത്രം പിടിക്കാം. ഇന്ത്യ ചരിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. യുവതികൾ തങ്ങളുടെ അനുയോജ്യരായ പങ്കാളികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പുരാതന ഇന്ത്യൻ സമൂഹത്തിലെ ഒരു വൈവാഹിക പാരമ്പര്യം ഏതാണ്? സ്വയംവരം. സ്വയംവരിക്കും. പണ്ട് സീതാദേവി ഇപ്പം ഞാനും പിന്നെ ജനക മഹാരാജാവിന്റെ എല്ലാവരും നിരന്നിരിക്കല്ലേ. അങ്ങനെ എന്റെ രാമന്റെ കഴുത്തി സീത മാല കൊണ്ടിട്ടു ഇട്ടത്. അപ്പൊ അതിന്റെ പേര് സ്വയംവരം. സ്വയംവരം. ശരിയായ ഉത്തരം. ഈ സ്വയംവരത്തിന് ഇത്രയും കഥയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ആദ്യം ഗെയിം എന്താന്ന് നോക്കാം അല്ലേ? ഗെയിം നോക്കിട്ട് പോവാം. ഓക്കെ. ഇതെന്തോന്ന്? മുൾക്കിരീടോ? മുൾക്കിരീടം അല്ല, ബോൾ കിരീടം. ഒരു ബോൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കിരീടമാണ് ഇനി നമ്മൾ വരുന്ന സ്മാർട്ട് സ്റ്റാറിന് കൊടുക്കാൻ പോകുന്നത് ചേട്ടാ. അപ്പൊ ദാ 3 കോൺസ് ഉണ്ട്. കോണിന്റെ മുകളിലായിട്ട് ബോളും ഉണ്ട്. അപ്പൊ ഓൾ ദി ഹാവ് ടു ഡു ഇസ് ദാ ഇങ്ങനെ ഈ ഹെഡില് ഈ ഒരു ക്രൗൺ വെച്ചിട്ട് തല കൊണ്ട് ബാലൻസ് ചെയ്ത് ഈ ബോളിനെ ഉരുട്ടി താഴെ ഇട്ടാ മതി. യെസ്. ഭാഗ്യത്തിനൊരെണ്ണം വീണല്ലേ? ഞാൻ വിചാരിച്ചത് രാവിലെ ഒരു കാണിക്കും. അല്ല ഈ ഇടയായിട്ട് ഞാൻ ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടില്ലേ? ശരിക്കും കേട്ടാ. വീട്ടിൽ ട്യൂഷൻ ഉണ്ടോ ഇതിന്? അതാണ്. അപ്പൊ ഇതേപോലെ 2 ബോൾ താഴെ ഇട്ടാ മതി. ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. ആടിപ്പോളെ. ഈശ്വരൻകുട്ടി റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഓടൂ, വാരൂ, നേടൂ, go. ഐശ്വര്യമായിട്ട് പിടിച്ചോ. ഓക്കെ.
സ്പീഡ് കുറച്ചാൽ തട്ടി താഴെ ഇടാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഇച്ചിരി സ്പീഡ് കുറച്ചോ, ഇച്ചിരി സ്പീഡ് കുറച്ചോ. ആ യെസ് യെസ്. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹിസ്റ്ററി വർക്ക് ചെയ്തോ? ആ മുൾക്കിരീടം ഒന്നും കൊടുത്തില്ല. ഇത് സ്ഥിരമായിട്ട് വയ്ക്കാനുള്ള പരിപാടി. മുൾക്കിരീടം വേണ്ട. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. മുൾക്കിരീടം ഇതെന്തിനാ? സ്വർഗസ്ഥനായ പിതാവേ. ആ പാട്ടും കൂടി ഉണ്ട് ഇനിയിപ്പോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ലാസ്റ്റ് ഇയർ ആണല്ലേ, ഫൈനൽ ഇയർ ആണ്. ഒരൊറ്റ അരിയേഴ്സ് പോലും ഇല്ലാണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ സപ്ലൈ പോലും ഇല്ല അല്ലേ? ഓക്കെ, നോക്കട്ടെ. ഈശ്വര, ഹൃദയം ഇടിക്കുന്നു. ആ നേരത്തെ എനിക്ക് അങ്ങനെയായിരുന്നു. ഇടിച്ചില്ലേ? അമ്മ അങ്ങനെയൊന്നും വിഷമിക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോ ഇവിടെ നമുക്ക് കിട്ടിയ സാധനങ്ങൾ എന്താ? ഓ ഈ സാധനങ്ങളൊന്നും നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നല്ലോ. നമ്മൾ കൊടുത്തിട്ട് പോകണ്ടേ, കൊടുത്തിട്ട് പോകും, അത്രേ ഉള്ളൂ. വേറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും. വാങ്ങിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിഞ്ഞു. അത് വന്നതെന്ന് വെച്ചാൽ ഈ ഷോയിൽ പങ്കെടുക്കാൻ ഇതിന്റെ കൂടെ. അതാണമ്മ, അതാണ് സ്പിരിറ്റ്. അതാണ് ഈശ്വരൻകുട്ടിക്ക് അതല്ല അഭിപ്രായം. ഈശ്വരൻകുട്ടി പറഞ്ഞു ഞാൻ ഓടിയാൽ എനിക്ക് സാധനം കിട്ടണം. അതിനു വേണ്ടി ഈശ്വരൻകുട്ടി ടെൻഷൻ അടിക്കണ്ട. പക്ഷേ ഒരു ചെറിയ പ്രശ്നം. അയ്യോ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് അമ്മ ഈ ടെലിവിഷനിൽ ഒരു TV ആണ് കിട്ടിയിരിക്കുന്നത്. അമ്മ കലക്കിയില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. റൗണ്ട് നമ്പർ 4. റൗണ്ട് 4 പവർ ഓഫ് 2. 2 നേട്ടം. ഇത് ഒരു എലിമിനേഷൻ റൗണ്ട്. 3 ചോദ്യങ്ങളുണ്ട്. ഈ 3 ചോദ്യങ്ങളിൽ 2 ഒരു ടീം ഉത്തരം പറഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? 2 പേരും 2 ഉത്തരങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കളിയുടെ അവസാനിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദി ഏത് പുരാണ കഥാപാത്രത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? എന്താണ് സൈലന്റ് വാലിക്കുള്ളിലൂടെ ഒഴുകുന്ന ആ നദിയുടെ പേര്? യെസ്, ബസറടിച്ചു പറയൂ. ഗംഗോത്രി. ഗംഗോത്രി? അതൊരു ഗ്ലേസിയർ ആണ്. ഗംഗ. ഗംഗേ? ഗംഗേ? ഗോദാവരി. കയ്യെന്ന് പോയി ഗോദാവരി. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കുക. ഗംഗയെ, യമുനയെ, ഗോദാവരിയൊക്കെ ആയല്ലോ. ഏതാണ്? ബ്രഹ്മാവ്. പറയൂ, ഏതെങ്കിലും ഒരു ഉത്തരം പറ. ഗോദാവരി എന്നാണ് ഉത്തരം പറയണത്. തെറ്റാണ്. ഉത്തരം തെറ്റാണ്. കബനി. അമ്മ, കബനി. കബനി ഏതമ്മ പുരാണ കഥാപാത്രം? കബനി അതെനിക്ക് പുരാണ കഥാപാത്രമായിട്ട് ചേർന്നുള്ള ഒരു പേരെന്ന് പറഞ്ഞില്ലേ അമ്മ? അപ്പൊ അങ്ങനെ ആലോചിക്കണ്ടേ? കബനി. കബനി എന്ന് പറഞ്ഞ പുരാണ കഥാപാത്രം ഉണ്ടോ? കഥാപാത്രം ഉണ്ട്. ആണോ? അറിവിലില്ല അമ്മ, എനിക്ക് അറിവില്ലാത്തോണ്ടായിരിക്കും. പക്ഷെ അത് കബനിയാണമ്മ പറയണ ഉത്തരമെങ്കിൽ ഉത്തരം തെറ്റാണ്. ഉത്തരം കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ 2 ചോദ്യങ്ങൾക്കും ഒരു ടീമെങ്കിലും ഉത്തരം തരണം. നമുക്ക് കുറച്ചുകൂടി കേരളത്തിലോട്ട് വരാം. കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യത്തിലോട്ട് വരാം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? നല്ലതും അറിയോ? ഈശ്വര, നിയമസഭാ മണ്ഡലം ആലോചിച്ച് നോക്കൂ. ഡിജിറ്റൽ സാക്ഷരതയോ? നിങ്ങൾക്ക് കുറച്ചുകൂടി അടുപ്പമുണ്ടാവുമല്ലോ, അപ്പം പറയാൻ എളുപ്പമായിരിക്കില്ലേ? കോഴിക്കോട്, ഏതെങ്കിലും കണ്ണൂര്, കാസർഗോഡ്. എന്തായാലും ഒരു ഗസ് പ്രസ് ചെയ്ത് പറഞ്ഞു. മലപ്പുറമാണ്. മലപ്പുറം തെറ്റാണ്. താങ്ക്സ്. അമ്മയ്ക്ക് ഉത്തരം എന്തെങ്കിലും പറയാനുണ്ടോ? കാസർഗോഡ്. കാസർഗോഡ് ജില്ല അല്ല. അല്ല അമ്മ, തെറ്റാണ്. തളിപ്പറമ്പാണ്. ഞാൻ ഇവിടെ നോക്കി പറഞ്ഞു. ഓക്കെ, തളിപ്പറമ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കഴിഞ്ഞു. പക്ഷേ ഗംഭീരമായിട്ട് നിങ്ങൾ കളിച്ചു എന്നുള്ളത് പറയട്ടെ. അത് കൈനിറയ സമ്മാനങ്ങളും. വരൂ അമ്മ അടുത്തോട്ട്. അപ്പോ അമ്മ, വലിയ സന്തോഷം അമ്മ ഇവിടെ വന്നതിന്, ഈശ്വരൻകുട്ടി വന്നതില്. ഗ്രീഷ്മ, താങ്ക് യു കേട്ടാ. സൂര്യ, ഓക്കെ. അപ്പോ എല്ലാരും ചേർന്ന് ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റിയതിന് വളരെയധികം നന്ദി. അടുത്ത എപ്പിസോഡിൽ കാണും വരെ, ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.